guys, welcome back to my channel guys. നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവുകയാണ് guys. നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവാണ് മൈൻക്രാഫ്റ്റ്. ഇപ്പോൾ പാർട്ട് 1 ആണ്. നമ്മൾ ഇന്നാൾ പറഞ്ഞത് വില്ലേജ് വീഡിയോ പക്ഷേ വില്ലേജിലെ ശനിയാഴ്ച കാരണം വെള്ളിയാഴ്ച ഇവിടുത്തെ അമ്പലത്തിൻ്റെ പരിപാടി കൊണ്ട് ഞാൻ അതിന് പോയേക്കുമായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ എല്ലാ പാർട്ടും ഇടുന്നതായിരിക്കും. ക്രിയേറ്റ് നമ്മുടെ ഗോൾ എന്താണെന്ന് എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാനാണ്. ഞാനാണ് കൊത്തിയത് ഡൗൺലോഡ് ആവും വേഗം. ഇപ്പോൾ കാണുന്ന ഗൈസ്, അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഫസ്റ്റ് നമുക്ക് മരം പൊട്ടിക്കാം ഗൈസ്. ഈ മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ ഒരു കിടുക്കം കലക്കം ഗെയിമാണ്. മൾട്ടിപ്ലെയർ സർവൈവൽ ഗെയിമാണ്. ഇതിൽ ഡ്രാഗനുണ്ട്, മനുഷ്യന്മാരുണ്ട്. മനുഷ്യന്മാരെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വില്ലേജ് സ്മോക്ക് താന്നിരിക്കും. പിന്നെ ഈ ഗെയിം ഒരിക്കലും തീരത്തില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പോൾ ഒരു പ്ലെയിൻസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു കിടുക്കം പ്ലെയിൻസ്. ഇപ്പോൾ വില്ലേജ് കിട്ടുമായിരുന്ന കൊള്ളായിരുന്നു. ബോട്ടിൻ്റെ പൊള്ള മരം വെച്ച് നമുക്ക് ആയുധങ്ങൾ വെട്ടാൻ സംഭവങ്ങൾ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, വുഡെല്ലാം നമ്മൾ പ്ലാങ്ക്സ് ആക്കി സ്റ്റിക്ക് ഉണ്ടാക്കി. സ്റ്റിക്കും വെച്ച് നമ്മുടെ നോർമൽ ടൂൾസ് ഉണ്ടാക്കി. നമുക്കിനി വിടാം. നമുക്ക് ഫുഡ് വേണം, ഫുഡ്. ഇനി ബെഡ് ഉണ്ടാക്കണം ഗൈസ്. മാത്രമല്ല ഈ രാത്രി ഈ സ്കെൽട്ടൺ സോംബി എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ വരും. അപ്പം അതിനൊക്കെ നമുക്ക് ഇതുങ്ങളെല്ലാത്തിനും കൊല്ലാം. ഇവിടെ വലിയ കേവുണ്ട്. അങ്ങോട്ട് പോകണോ വേണ്ട അല്ലേ, ഡേഞ്ചറാ, കറുപ്പാവണ്ടി ഓടിച്ചിട്ടുണ്ട്. നമ്മളൊരു വില്ലേജ് തപ്പാണ്. നമ്മുടെ വുഡ് വേണം, വുഡ് നമുക്ക് എടുക്കല്ലേ, വുഡ് എടുത്തേക്കാം. വില്ലേജ് കണ്ടുപിടിക്കണം. പിന്നെ സെറ്റ് അവന്മാർ ഓസി ഇരിക്കാം. അവന്മാരെ കൊടുക്കും, എന്നിട്ട് അവന്മാരെ കൊന്നു വെച്ച് മൂടി. ഈ വില്ലേജിൽ ഗോളെന്ന് പറയുന്ന സംഭവം ഉണ്ട്. നമുക്ക് അതുങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. എന്നുവെച്ചാൽ അയൺ ബ്ലോക്ക് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാം. കാണിക്കാം. ഇപ്പോൾ വില്ലേജ് എത്തിയപ്പോൾ നമ്മളേതോ കുറ്റിക്കാട്ടിൽ കയറിയിട്ടുണ്ട്. കുറ്റിക്കാട്ടല്ല, ഒരു കാട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി ഇപ്പോൾ തീരും. നമുക്ക് ഒരു വുഡ് കല്ല് കണ്ടുപിടിക്കാം. കല്ല് അപ്പോൾ മലയ്ക്കപ്പുറം വില്ലേജ് ഇറങ്ങ കൊള്ളായിരുന്നു. എനിക്ക് കാടെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമില്ല. ഈ സോംബീസൊക്കെ വന്നിട്ട് ഈ കാട്ടിന് ഗായ്സ്, നമുക്ക് ബെഡിനുള്ള വഴിയായി. ബെഡ് അല്ല ശരി, ബെഡ്. ഓക്കെ. ഇനി നാട് വിട്ട് ഓടിക്കോ. കണ്ടം വഴി ഓടിക്കോ. ഇത് വലിയൊരു ഓഷനാണ് തോന്നി. അവിടെ നിന്നും പോയി. അതെ, അവിടെ ഒരു വലയം പോയോ.
അത് പ്ലെയിൻസ് തന്നെയില്ലേ? അതിലൊരു ഐലൻഡാണ്. ഐലൻഡാണോ ബയോമാണോ? അങ്ങനെ ഒരു പ്ലെയിൻസ് ആണോ അതോ ഐലൻഡാണോ? ചിക്കൻ കഴിക്കുന്നു. പച്ച ചിക്കനാണ് കഴിക്കുന്നത്. നമുക്ക് ഫുഡ് ഹെൽത്ത് കുറവാൻ വേറെ വഴിയില്ല. ഇല്ല സാച്ചുറേഷൻ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇത് കുറയുവാണ് നമ്മൾ മരിക്കും. അല്ല നമ്മുടെ ഡാമേജ് കുറഞ്ഞ് നമ്മൾ അവസാനം മരിക്കും. കഴുതല്ലേ? ഈ കുഞ്ഞു കഴുതയാണ് വിട്ടേക്കുന്നത്. എത്ര അടിക്കുണ്ടോ? 4 അടിയേ. 5 എന്തുവാ? 6 7 8 അടിക്കുള്ളൂ. ഇതൊരു ഐലൻഡാന്ന് തോന്നുന്നു കണ്ടിട്ട്. 2 അടിങ്ങൾ കൈ വെച്ചില്ല കല്ല് വെട്ടിക്കുന്ന സംഭവം. 3 ഷോട്ട്. അയ്യോ ലാഗ് കൊന്ന്. പിന്നെ എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. 2 ബെഡ് ഉണ്ടാക്കാനുള്ള സംഭവമായി. നമുക്ക് തപ്പാം. വില്ലേജ് പച്ചമിച്ച് വീട്ടിൻ്റെ ഒരവസ്ഥയാണ്. ഇതൊരു ഐലൻഡാണ്. ഇത് ഐലൻഡാണ്. ഐലൻഡ് അപ്പൊ നമുക്ക് ബോട്ട് എടുത്ത് നേരെ വിടാം. എങ്ങോട്ടേലും പൊട്ടി ഇപ്പൊ പൊട്ടും. എന്ത് പൊട്ടി? ഇത് പൊട്ടുന്നില്ലല്ലോ. പിന്നല്ല അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ടോ? വലിയ ഐലൻഡാണോന്ന് അറിയത്തില്ല. ആയാ മതിയായിരുന്നു. ഇതിനെ ഇടിച്ചില്ല. വലിയ ഐലൻഡാണ്. ഇവന്റെ ഉള്ളിൽ കിടന്നായിരുന്നു. ബ്യൂട്ടിഫുൾ. നല്ല വിട്ടേക്കുന്ന ബോട്ട്. നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കും. ഒറ്റ മൈൻഡ്. നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കും. ഓക്കെ. ആ ബിംബും അല്ല. അതെ ഒറ്റ അടി. എന്തു അടി വിളിക്കാവുന്നല്ലേ? ഓക്കെ സെറ്റ്. പന്നികളൊക്കെ കണ്ട് ഒരുമാതിരി കൊരങ്ങനെയും പന്നീനെയും പിടിച്ച് ഹൈബ്രിഡ് ആക്കി വരും. കുതിര ഇതിന്റെ പുറത്തെങ്ങനെ കയറും? ഇതിന്റെ പുറത്ത് കയറാൻ പറ്റും? ഇന്നെങ്ങനെ ഇറങ്ങുന്നു? അയ്യോ സോറി. നമ്മൾ എപ്പോഴേലും വെച്ചിട്ട് നമുക്ക് സ്വർഗത്തിൽ കാണാം. അയ്യോ എൻ്റെ പെറ്റ് കോഴ്സിനെ ഞാൻ സ്വന്തമായിട്ട് ആരോടും പറയണ്ട കേട്ടോ. ഒറ്റയടി ഏറി വെച്ച് കൊന്നു. അയൺ ഗായ്സ്, അയൺ കിട്ടി. കല്ല് പൊട്ടിട്ടെ. കല്ല് വെച്ചാണ് അയൺ പൊട്ടിക്കുക. ഒറ്റ അയണേ ഉള്ളൂ. അതോ ഒറ്റ അയണേ ഉള്ളൂ. കല്ലിൻ്റെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ എളുപ്പവും കല്ല് പൊട്ടിക്കാൻ. കല്ലിൻ്റെ വെച്ചിനെ കല്ല് പൊട്ടിക്കണം സീനാണ്. അപ്പോൾ നമ്മൾ കുടുങ്ങിയില്ല. ഒരു ബെഡ് ഉണ്ടാക്കട്ടെ. പിന്നല്ല സെറ്റ്. ഒരു ബെഡ് ഉണ്ടാക്കാം. ഒരു ബെഡ് ഉണ്ടാക്കി
ബും ബുറും ബും ബും. ഒരു ബെഡ് എന്തിനാന്ന് എന്നോട് ചോദിക്കണ്ട, എനിക്കറിയത്തില്ല. കല്ലുകൾ ഉണ്ടാക്കും നമ്മൾ, കല്ലുകൾ ഉണ്ടാക്കും. പിക്കാസ് ഉണ്ടാക്കും, കല്ലും വെച്ച് പിക്കാസ് ഉണ്ടാക്കും, കല്ലും വെച്ച് ആക്സ് ഉണ്ടാക്കും, കല്ലും വെച്ച് ആക്സ് ഉണ്ടാക്കും. നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. നമുക്ക് പൊട്ടിച്ചെടുത്ത കല്ല്. അയ്യോ, ഇരുട്ടി തുടങ്ങി. ഒരു പണ്ടാരം പിടിച്ച സോംബി, പണ്ടാരം പിടിച്ച സ്കെലിട്ടൺ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ജീവികൾ രാത്രി ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതുങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? അതിന് നമ്മൾ കല്ലും വെച്ചൊക്കെ ഉണ്ടാക്കണം. ഫർണസ് ഉണ്ടാക്കിയിട്ട് ഓടിക്കോടിക്കോടിക്കോടിക്കോടി ചെത്തിട്ടുടങ്ങി ഓടിക്കോ. വില്ലേജ് കണ്ടുപിടിക്കുകയാണ് അതുക്കും നല്ലത്. നമ്മൾ എങ്ങോട്ട് ഓടണ്ടേ? അങ്ങോട്ടല്ലേ? ഓക്കെ, നമ്മുടെ ജേർണി നമ്മൾ തുടങ്ങിയല്ലോ ഗായ്സ്. കല്ലും വെച്ച് ഒറ്റയടിക്കല്ല ചാവുന്നത്. വേഗം പോ. ഓടിക്കൂ. ഇതൊരു ഐലൻഡ് ആണ് ഗായ്സ്. സോംബീനെ കണ്ടു ഗായ്സ്. നമ്മളെ കൂട്ടിക്കടിക്കുന്നടാ. അവിടെ കിട്ടുന്നുണ്ടോ? കൂട്ടിയിട്ടടിക്കും നമ്മളെ. ഓടിക്കോ. നമുക്കതൊന്നും വേണ്ട. നമുക്ക് എങ്ങനെയല്ലേ രക്ഷപ്പെടണം. ഈ പണ്ടാരങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെടു. അയ്യോ, ഇവിടെ വെച്ച് ചാവണ്ട ഗൈസ്. അടിയിൽ നിന്ന് തിളങ്ങി. ഒറ്റ ഉള്ളു. അവരതിനോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അടിയിലെന്തോ തിളങ്ങി വരും. എന്തോ അത് അടിയിലെന്തോ തിളങ്ങുന്നു കണ്ടോ? എന്തോ ബെഡ് വെച്ച് കടന്നുറങ്ങിട്ട്. ബെഡ് ഈസ് ടു ഫാർ. അത് ബെഡിന് വണ്ടേക്ക് എറിഞ്ഞിട്ടും ഫാർ. സ്ലീപ് ടു ദി നൈറ്റ്. ബെഡ് എടുക്കുക, നമുക്ക് ഓടുക. ആ സംഭവം എന്തോന്ന് എനിക്ക് കണ്ടില്ല. പിടിച്ചിട്ട് സ്കെലിറ്റനെ കൊള്ളേ. അയ്യോ ഓടിക്കാൻ. അയ്യോ നമ്മളെവിടെ തരണം അല്ല ആ സംഭവത്തിന്. എന്തൊരു സംഭവം ഡ്രോപ്പ് ചെയ്തൊരു മഞ്ഞ കളർ. എന്തും അത് എനിക്ക് കാണാം. ഇവിടെ വെച്ചൊക്കെ തന്നെ ഉണ്ട്. അയ്യോ, ഒരു ഹാർട്ട് നമ്മൾ നിൽക്കുമായിരുന്നു. ഒരു ഹാർട്ടേരി ഇവിടെ വെച്ച് തന്നെ സൈഡിൽ നിന്ന് കണ്ടിട്ട് കിടപ്പുണ്ടായിരുന്നു. ആ ഡീസ്പോണായെന്ന് തോന്നുന്നു. ഇല്ല, ഗോൾഡൻ നമ്മളത് വേറെ ചെയ്തോ. പൊളി. നമ്മളത് ഇട്ടു. നമ്മളത് നമ്മുടെ തലയിൽ ധരിച്ചു. ഓടിത്തള്ളി ഓടി. നമ്മൾ പറഞ്ഞ പിന്നെ ഫുഡ് ചുരിച്ചിട്ട് കഴിക്കാൻ. പിന്നെ എന്ത് ഇത് കുക്കാവുന്നോളം നമുക്ക് എന്തെങ്കിലും പണിയില്ല. എന്നാലും ചാട്ടുകുട്ടികളും കൊടുത്തു. വൺ ടാപ്പല്ല 2 ടാപ്പ്. അടുങ്ങ് മരിക്കുന്നു. ഈ അടുങ്ങ് ഞാൻ
എന്തായാലും ഓടിയില്ലേ നിന്നെ കൊണ്ടിട്ട് സങ്കടം സങ്കടം. അപ്പോൾ ഒരു ബീഫ് കിട്ടിയിട്ടുണ്ട്. ഒരു ബീഫല്ല, മുട്ടിയുടെ ഇറച്ചി, ആട്ടിറച്ചി. ഫുള്ളായാൽ മതിയായിരുന്നു. നമുക്ക് പൊട്ടാനൊക്കെ അറിയാമെങ്കിൽ വെള്ളം കുടിക്കട്ടെ. എന്താണ് കുക്കായെന്ന് തോന്നുന്നു. കൽക്കരി ഇല്ലല്ലേ, അതവിടെ കൊണ്ട് വെച്ച ഗൈസ് എൻ്റെ അപ്പൂപ്പനാണ്. ബോട്ടുണ്ടല്ലോ, നമുക്ക് ബോട്ട് എടുത്തിട്ടൂടെ. ഈ ആമയോട് എനിക്ക് ഭയങ്കര വലിപ്പം. കാരണം എന്തോന്ന് കണ്ടിട്ട് എന്തോ ആമക്കുട്ടേ, നിനക്ക് സ്വർഗത്തിൽ കാണാവേ. ഇത് എന്തുവാടാ, 3 എണ്ണമോ? ഒരെണ്ണത്തിൽ തന്നെ 4 എണ്ണമോ? ഇതിന് ആമയെന്ന് വെച്ചാൽ ഇനി ആമയ്ക്ക് ഇങ്ങനെ പൊക്കത്ത് കയറി ഒരെണ്ണം കയറിയിട്ടില്ല. കുരുത്തം കേട്ടോ, കുരുത്തം കേട്ടോ. നമ്മളിപ്പോൾ ചാവും. എൻ്റെ അകത്തൊന്നും ഒന്നും കിട്ടിയില്ലല്ലേ. അവിടെ ഒരു പ്ലെയിൻസ് ഭയം കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വില്ലേജ് കിട്ടി ഗോയ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഓ താങ്ക് യു. എടാ കിടുക്കം വില്ലേജ് ഗൈസ്, കിടുക്കം വില്ലേജാണ് ഗൈസ്. ഓ പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ച് ഗൈസ്. സവാന വില്ലേജാന്ന് തോന്നുന്നു. ആണ്ട് ലാവാപ്പൂളും ഉണ്ട്, കിടില്ല. അപ്പം നമ്മുടെ ആഗ്രഹം സഫലമായി. നമുക്ക് വില്ലേജ് കിട്ടി ഗൈസ്. നമുക്ക് ഓരോ വില്ലേജിൽ കയറി ഉണ്ടാക്കാം. ഈ സംഭവത്തിൻ്റെ പേര് അയൺ ഗോളം. ഗോലേട്ട, ഞാൻ ഗോലേട്ടന് സുഖമാണ്. ഗായ്സ്, സംഭവത്തിൽ നമുക്ക് ഫുഡ് കിട്ടും ഗൈസ്. എത്ര തപ്പിന്നറിയോ. ഒരു തവണ നമ്മൾ ചാവുകയും ചെയ്തായിരുന്നു തോന്നുന്നു. ചത്തില്ല. ചാവാറാവണ്ടായിരുന്നു. വില്ലേജിന് വേണ്ടി നമ്മൾ ചാവാൻ വേണ്ടി തയ്യാറാണ്. പക്ഷെ നമ്മൾ ചത്തില്ല ഭാഗ്യം കൊണ്ട്. വില്ലേജ് ബെല്ലെടുക്കുന്നുണ്ട്. വില്ലേജസൊക്കെ ഓടുന്നു, ബെല്ലടി കേട്ടിട്ട്. വില്ലേജ് ഓടി വീട്ടിൽ കയറി. അതെന്തുവാ ബെല്ലടിച്ച് പൂച്ചക്കുട്ടി ഓടാതെ കൊള്ളാടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കടുക്കായിട്ട് നമുക്ക് ഒരു വീട് വെക്കണം. ഏതേലും വീട്ടിൽ തൽക്കാലത്തൊരു വാസസ്ഥലം പിടിക്കണം. ഓ ബക്കറ്റ്, ഏത് പൊളി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.